നമസ്കാരം. റെയിൻ ഫോറസ്റ്റ് പെറ്റ്സ് ആൻഡ് പ്ലാന്റ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബ്രീഡ് സ്പോട്ട്ലൈറ്റിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പലരുടെയും ഫേവറേറ്റ് ബ്രീഡായ ടോയ് പോം അല്ലെങ്കിൽ പോമറേനിയനെ പറ്റിയാണ്. They are one of the most charming and expressive small dog breeds out there. ഇവരുടെ വെയിറ്റ് എന്ന് പറയുന്നത് നിയർലി 1.8 to 3.5 kgs ആണ്. ടോയ് പോംസിന് നമുക്ക് പല കളറിൽ കാണാൻ സാധിക്കും. ഓറഞ്ച്, ക്രീം, അതേപോലെ പാർട്ടി കളേഴ്സ്, ബ്ലാക്ക് ആൻഡ് ടാൻ, അങ്ങനെ പല കളേഴ്സിലും നമുക്ക് ടോയ് പോംസിനെ കാണാം. ഇവരുടെ ഒരു സ്പെഷ്യാലിറ്റി, ദേ ഓൾവേസ് ആക്ട് 10 times ബിഗർ ദാൻ ദെയർ സൈസ്. അതുപോലെ തന്നെ ഇവരുടെ കോട്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഇറ്റ്സ് എ ലോങ് കോട്ട് ഡോഗ് ബ്രീഡ്. ലോങ് ഹെയർഡ് ബ്രീഡ് ആയത് കാരണം തന്നെ ഇവർക്ക് ഗ്രൂമിങ് വളരെയധികം അത്യാവശ്യമാണ്. ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ഇവരെ ഗ്രൂം ചെയ്ത് നിർത്താൻ നിങ്ങൾ ശ്രമിക്കണം. അതുപോലെ പലരും കോംബ് ചെയ്യാനും അല്ലെങ്കിൽ കുളിപ്പിക്കാനും ഒന്നും അധികം സമയമില്ലാത്തവർ ടെഡി ബെയർ കട്ട് എന്നുള്ളൊരു ഹെയർ സ്റ്റൈൽ വെച്ചാണ് ഇവരെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവരുടെ ഐ, അതായത് ടിയർ സ്റ്റെയിൻസ് ഒരുപാട് വരുന്ന ഒരു ഡോഗ് ബ്രീഡാണ്. അപ്പോൾ കണ്ണ് എപ്പോഴും ക്ലീൻ ചെയ്ത് വെക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. പേഴ്സണാലിറ്റി വൈസ് വളരെയധികം എനർജറ്റിക് ആയ ഒരു ഡോഗ് ബ്രീഡാണ് ടോയ് പോം. വളരെ അലേർട്ടുമാണ്. അത് കാരണം തന്നെ നിങ്ങൾ ട്രെയിൻ ചെയ്യാൻ ശ്രമിച്ചാൽ വളരെയധികം പെട്ടെന്ന് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രീഡാണ് ടോയ് പോം. ഇനി ഇവർക്ക് വരുന്ന കോമൺ ഹെൽത്ത് ഇഷ്യൂസിനെ പറ്റി നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡെന്റൽ ഇഷ്യൂസ് ആണ്. ഇവർക്ക് പെട്ടെന്ന് പല്ല് കേടാവുന്ന ഒരു സാഹചര്യം കാണാറുണ്ട്. രണ്ടാമതായിട്ടുള്ളത് നീ ഇഷ്യൂസ് ആണ്. അതായത് ഹൈറ്റിൽ നിന്ന് ചാടുക അല്ലെങ്കിൽ സ്റ്റെപ്പിൽ നിന്ന് ഉരുണ്ട് വീഴുക, ഈ സിറ്റുവേഷൻസ് എല്ലാം നമ്മൾ എപ്പോഴും ഒഴിവാക്കണം. കാരണം അവരുടെ നീസ് അല്ലെങ്കിൽ ബോൺസ്, ജോയിൻസ് ഇതെല്ലാം വളരെ ഫ്രജൈലാണ്. മൂന്നാമത്തെ സിറ്റുവേഷൻ ആണ് കൊലാപ്സ് ട്രക്കിയ. അതായത് പലപ്പോഴും നമ്മൾ ഡോഗ്സിനെ വാക്കിന് കൊണ്ടുപോകുമ്പോൾ ചോക്ക് ചെയിൻസ് അല്ലെങ്കിൽ കോളേഴ്സ് യൂസ് ചെയ്യും. പക്ഷേ ഇവരുടെ കാര്യത്തിൽ നമ്മളെപ്പോഴും ഹാർനെസ് യൂസ് ചെയ്ത് ഇവരെ വാക്കിന് കൊണ്ടുപോകാൻ ശ്രമിക്കണം. ഏതൊരു ഡോഗ് ബ്രീഡിനെ പോലെ തന്നെയും നമ്മൾ എത്ര സോഷ്യലൈസ് ചെയ്ത് ഈ പെറ്റിനെ വളർത്തുന്നോ അത്രയും നന്നായിട്ട് ഫാമിലി മെമ്പേഴ്സായിട്ട് ഇടപഴകാൻ ഇവർക്ക് സാധിക്കും. ഇവരുടെ വലിപ്പം കൊണ്ടും അതേപോലെ ബിഹേവിയർ കാര്യങ്ങൾ കൊണ്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പാർട്ട്മെന്റ്സിൽ വളർത്താൻ പറ്റിയ ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു ഡോഗ് ബ്രീഡാണ് ടോയ് പോംസ്. ഇത്രയും തിക്കായ ഹെയർ ഉള്ള കാരണം തന്നെ വളരെയധികം ഹീറ്റ് സെൻസിറ്റീവ് ആയ ഒരു ഡോഗ് ബ്രീഡ് കൂടിയാണ്. അത് കാരണം തന്നെ ഉച്ചയ്ക്കും അല്ലെങ്കിൽ വെയിൽ അധികം ഉള്ള സമയത്തും വരെ വാക്ക് ചെയ്യാൻ കൊണ്ടുവന്ന് നമ്മൾ പരമാവധി ഒഴിവാക്കണം. ഇൻ ജനറൽ, ടോയ് പോംസ് ആർ എ കോമ്പിനേഷൻ ഓഫ് ലോയൽ ഹാർട്ട്, ബിഗ് ആറ്റിറ്റ്യൂഡ് ആൻഡ് എൻഡ്ലെസ് ക്യൂട്ട്നെസ്.